ഇന്ന് ആക്ച്വലി ഈ സീറ്റിൽ കുറച്ച് ഞങ്ങളുടെ സ്ഥിരം കൗച്ച് കിട്ടിയില്ല. അപ്പോൾ ഉള്ള കൗച്ചിൽ 4 പേര് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലോബൽ സ്റ്റാർ രാം ചരണിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പെഡിയോ അങ്ങനെ ഈ ഗ്ലോബൽ സ്റ്റാർ മറ്റേ ഗെയിം ചേഞ്ചർ ആണോ അതോ അല്ലല്ല RRR ഇല്ലായിരുന്നു, പക്ഷേ ഗെയിമിലാണ് ആ ടൈറ്റിൽ ഇട്ടത്. അതെ. അപ്പോൾ പുള്ളിയുടെ പുതിയ പടം പെദ്ദി, ആക്ച്വലി ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക്, ഒരു ഫസ്റ്റ് ഗ്ലിംസ് പോലെ സംഭവം വന്നിട്ടുണ്ട്. നമുക്ക് അത് കണ്ടു നോക്കാം. അതിനവർ പേരിട്ടിരിക്കുന്ന ഫസ്റ്റ് ഷോട്ട് എന്നാണ്. അപ്പോൾ കാണാം. పని చేసే నాకి ఓకే నాకు బతికే నాకి ఇంత పెద్ద బతికేదు ఏదైనా ఈ నేల അത് വെറൈറ്റി ആണല്ലോ. AR റഹ്മാൻ മ്യൂസിക് ചെയ്യുന്നു. తాయేటి మళ్ళీ ലബ്ബർ പന്തിന്റെ റീമേക്ക് ആണോ? അല്ലല്ലേ. മാർച്ച് 2026 ഒരുപാട് സമയം എടുക്കും അല്ലേ? തെലുങ്കിൽ പക്ഷേ പാവപ്പെട്ടവരും ഉണ്ടെന്ന് മനസ്സിലാകുന്നു ഇതുപോലത്തെ പടങ്ങളൊക്കെ. അല്ല, പുള്ളിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയാം പുള്ളി ഈ പരിപാടി പിടിക്കുന്നത്. മറ്റേ ലാസ്റ്റ് രംഗസ്ഥലം ഹിറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് ഒരു ഹിറ്റ് RRR അല്ല, ഇതിനിടയ്ക്ക് വേറെ ഹിറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന പടങ്ങൾ ഏതായിരുന്നു? മറ്റേ ആചാര്യയിലൊരു, പിന്നെ ഗെയിം ചേഞ്ചർ. സാധാരണ തെലുങ്ക് പടത്തിലൊക്കെ ഈ എന്താ എല്ലാം റിച്ച് ആൾക്കാരായിരിക്കും എപ്പോഴും. അതെ, എല്ലാവരും ഭയങ്കര വൃത്തിയുള്ള, ഭയങ്കര നീറ്റ് ആൻഡ് ലോക്കൽ കഥകൾ അവിടെ ഉണ്ട് സാധാരണക്കാർ. പക്ഷെ അവരുടെ സാധാരണക്കാരുടെ കഥകളില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പടങ്ങളൊക്കെ വരുമ്പോഴാണ്. കാരണം നോക്കിയാൽ അണ്ടർഡോഗ് സ്റ്റോറീസ് ആണല്ലോ എപ്പോഴും മറ്റേ ഒരു ഭയങ്കര റീച്ച് ആയിട്ട് പോകുന്ന പടങ്ങൾ. സുകുമാർ റൈറ്റിംഗ് പ്രൊഡക്ഷനിലുള്ള ആളാന്ന് തോന്നുന്നു. എഴുത്ത് പുള്ളിയുടെ ഒന്നും അല്ലെന്ന് തോന്നുന്നു. അത് പുള്ളിയുടെ ഇതിന്റെ പ്രൊഡക്ഷന്റെ പേരാണ് സുകുമാർ റൈറ്റിംഗ്സ് എന്നാണ് അതിന്റെ ഇതിന്റെ പേര്. ഡയറക്ടർ വരുന്നത് വെങ്കട സന്ദേശ് ബുച്ചി ബാബു. പുള്ളി ചെയ്യുമ്പോൾ മറ്റേ ഉപ്പെണ്ണ പടം നമ്മുടെ വിജയ് സേതുപതിയൊക്കെ വില്ലനായിട്ട് ഈ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഭയങ്കര ഹിറ്റ് അടിച്ചോളൂ. ഇതിപ്പം പുള്ളി ഇങ്ങനെ ഈ സ്ഥിരം മറ്റേ അതിൽ നിന്ന് മാറി ഗെയിം ചേഞ്ചറിൽ നിന്ന് ഒരു നല്ല ചേഞ്ച് ഉണ്ടാവട്ടെ തോന്നുന്നു അല്ലേ? വ്യത്യാസമുണ്ട്. പിന്നെ അതെ, എനിക്ക് മനസ്സിലായത് രംഗസ്ഥലത്തിന്റെ ആ ഒരു പാറ്റേൺ പിടിച്ചാൽ ഇനി ചിലപ്പോൾ അടുത്ത ഹിറ്റ് ഉണ്ടാവാൻ ചിലപ്പോൾ അത് ചാൻസ് ആവും എന്നുള്ളൊരു തോന്നലായിരിക്കാം ഗ്ലോബൽ സ്റ്റാറിനെ കൊണ്ട് ഇങ്ങനൊരു പടം എടുക്കാൻ പ്രേരിപ്പിച്ചെന്ന് തോന്നുന്നു. ആക്ച്വലി ജാൻവി കപൂറാണ് ഈ പടത്തിൽ. അതായത് ആറാമത്തെ അഭിനയിച്ച 2 പേരുടെ ജാൻവി കപൂർ പിടിക്കുന്നുണ്ട്. NTR അഭിനയിച്ച് കഴിഞ്ഞു. ദേവരെയും ഒരു റൂറൽ സബ്ജക്റ്റ് ആണല്ലോ. ഏത് റൂറൽ സബ്ജക്റ്റുകളിൽ നായിക ആവാൻ വേണ്ടി ബോളിവുഡിൽ നിന്ന് ഒരാളെ ഇറങ്ങിയാണ്. പിന്നെ ഇതിന്റെ വേറെ ഹൈലൈറ്റ് ആണ് AR റഹ്മാൻ മ്യൂസിക്. കാരണം AR റഹ്മാൻ തെലുങ്ക് പടങ്ങളിൽ അങ്ങനെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ലേ, പുതിയ അടുത്തിടയ്ക്ക് ഏതെങ്കിലും പടത്തിൽ ചെയ്തിട്ടുണ്ടോ ഓർമ്മയില്ല. അത് ഭയങ്കര ഒരു, കാരണം യൂഷ്വലി ഇപ്പൊ ഈ പടം ചെയ്യാൻ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ DSP തമനാണ് മെയിൻ, അല്ലെ DSP വരും. അങ്ങനെ കുറച്ച് ഇവർക്ക് വളരെ കുറച്ച് പേരെ ഇവരെപ്പോഴും സെലക്ട് ചെയ്തുള്ളൂ ഈ മേജർ പടങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പൊ കൊള്ളാം എന്തായാലും. ഇതിപ്പം പെട്ടെന്ന് കണ്ടപ്പോ ലബ്ബർ പന്തിനകത്ത് കുറച്ച് ആക്ഷൻ ഒക്കെ ഇട്ട് അച്ഛനുമായിട്ട് ക്രിക്കറ്റ് ആയിരിക്കും മെയിൻ വിഷയം. അതിന്റെ കൂടെ ക്രിക്കറ്റ് നിന്നോണ്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിരിക്കും. താഴത്ത് കുത്തി. അതാ ഞാൻ ആലോചിച്ചു. അപ്പം വരെ ബോളർ എറിയുന്നതിന് മുമ്പ് ഇവൻ ക്രീസിൽ നിന്ന് ഇറങ്ങി ഓടുക. ഏത് മാത്യു ഹേഡനൊക്കെ ചെയ്യുന്ന പോലെ. അല്ല, എല്ലാത്തിനും സ്റ്റൈലുണ്ട് ഇവർക്ക്. അതിപ്പോ എന്ത് സംഭവം ചെയ്താലും സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാന്നുള്ളത് അത് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. തെലുങ്ക്, പിന്നെ അത് കഴിഞ്ഞ് തമിഴ്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വർഷം റിലീസുള്ളൂ. അടുത്ത വർഷം മാർച്ച് 26 മാർച്ച് 27 റിലീസ്. ഇത്രയും സമയം കിടപ്പുണ്ട്.
അപ്പം വരട്ടെ, ഇനി ടീസറും ട്രെയിലറൊക്കെ വരട്ടെ. അപ്പം വരും. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് അടിക്കാൻ വരട്ടെ, നിങ്ങളുടെ രാം ചരൺ ഫാൻസ് വരട്ടെ. അതെ, രാം ചരൺ ഫാൻസിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു, വരട്ടെ, വലിയ കമന്റ് അടിക്കട്ടെ എല്ലാവരും. നമ്മുടെ ഓഡിയൻസ് മലയാളികളല്ല, നമ്മുടെ ഓഡിയൻസ് തമിഴന്മാരും തെലുങ്കന്മാരും. IFC കോഡ് വല്ലതും പറയുന്നുണ്ടോ? എന്തിന്? അതിന്റെ സമയമായിട്ടില്ല, അത് നമ്മുടെ മറ്റേ പരിപാടി.